ഹലോ എവരിവൺ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഗൈസ്. അങ്ങനെ ഷൈൻ രാജു വ്ളോഗ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളൊരു വീഡിയോ ചെയ്യാൻ പോകുന്നതെന്ന് പറയുമ്പോഴത്തേക്കിന് നമ്മുടെ അൽബോഗ ട്രിപ്പും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഇപ്പം തിരിച്ച് തായിഫിലാണ്. തായിഫിൽ വന്നിട്ട് ഇപ്പോൾ 2 ദിവസം കഴിഞ്ഞു. ഇന്നൊരു വീഡിയോ ഞാൻ ചെയ്യുന്നതെന്ന് പറയുമ്പോൾ നമ്മുടെ ഇവിടെ തായിഫിൽ നിന്നൊരു അരമണിക്കൂർ ഡിസ്റ്റൻസ് ഒരു അൽഷഫ എന്ന് പറഞ്ഞിട്ടുള്ളൊരു വ്യൂ പോയിന്റ് അല്ല, ഒരു അൽഷിഫ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഒരു എന്താ പറയുന്നത്, ഒരു ഗ്രാമമല്ല, ഒരു ഹൈ റേഞ്ചിലുള്ള ഒരു പ്ലേസ് ആണ് അൽഷഫ എന്ന് പറഞ്ഞിട്ടുള്ളത്. പക്ഷേ തായിഫിനേക്കാളും കുറച്ചും കൂടെ ഹൈറ്റിൽ, ഇവിടുന്ന് ഒരു അരമണിക്കൂർ ട്രാവലിംഗ് ഉണ്ട്. അപ്പം ആ ഒരു പ്ലേസിലേക്കാണ് ഇന്ന് നിങ്ങളെ കൂട്ടിക്കൊണ്ട് പോകുന്നത്. അവിടുത്തെ പ്രത്യേകം എന്ന് പറയുമ്പോഴത്തേനും നല്ല അടിപൊളി വ്യൂ പോയിന്റ് ആണ്, നല്ല ക്ലൈമറ്റ് ആണ്. അത്യാവശ്യം വൈകിട്ടൊരു 4 മണിയൊക്കെ കഴിഞ്ഞാൽ നല്ല രീതിയിൽ കോട ഇറങ്ങും. പിന്നെ അതുമല്ല, അതിൻ്റെ തൊട്ട് താഴോട്ട് ഫുള്ള് കാടാട്ടോ. ആ കാട്ടിൽ കാണുന്നുണ്ടെങ്കിൽ നല്ല കുറേ കുരങ്ങന്മാർ, അങ്ങനെയുള്ള കുറേ കാട്ടിൽ ജീവിക്കുന്ന, എന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിലത്തെ കാട് പോലെ കാട്ടിൽ ജീവിക്കുന്ന മൃഗങ്ങളല്ല. ഇവിടെ സൗദി അറേബ്യയിൽ ഒരു കാട്ടിൽ ജീവിക്കുന്ന മൃഗങ്ങൾ എന്ന് പറയുമ്പോഴത്തേക്കിന് നമ്മുടെ എന്താ പറയുന്നത്, ഈ മാൻ്റെയൊക്കെ ഒരു ടൈപ്പ് സാധനം ഉണ്ടല്ലോ, അത് ഗിസിലോ അങ്ങനെ എന്തോ പറയുന്നത്, ആ ഒരു മാൻ വർഗത്തിൽ പെടുന്ന ഒരു സാധനമുണ്ട്. പിന്നെ കുരങ്ങന്മാർ, പിന്നെ മരപ്പെട്ടി, കുറുക്കൻ, അങ്ങനെയുള്ള കുറേ ഐറ്റംസ് ഉണ്ട്. അപ്പം ആ ഒരു പ്ലേസിലോട്ടാണ് ഞാൻ നിങ്ങളെ കൂട്ടിക്കൊണ്ട് പോകുന്നത്. ഇന്നാണെന്നുണ്ടെങ്കിൽ നമ്മൾ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഞാനാണെങ്കിൽ ഒരു ക്യാമറ വാങ്ങിയായിരുന്നു. അത് കാനോൺ 250D എന്ന് പറഞ്ഞിട്ടുള്ളൊരു ക്യാമറയാണ്. പക്ഷേ ഇതുകൊണ്ട് ഞാനിപ്പോൾ എൻ്റെ വീഡിയോ കൂടുതൽ എടുക്കുന്നത് ഐഫോണിനകത്താണ്. അപ്പം ഇതിനകത്ത് വീഡിയോ എടുക്കുന്നത് 4K ആണ്. പക്ഷേ എന്നാലും ഈ ലെൻസ് മാറ്റണം. ഈ ലെൻസ് ഒരു 18x55mm, അത്ര അങ്ങോട്ട് ലോങ് ഡിസ്റ്റൻസ് ഷൂട്ട് ചെയ്യാൻ അത്ര ഒരു സുഖം കിട്ടത്തില്ല. അപ്പം ഇതിൻ്റെ ലെൻസ് മാറ്റിയിട്ട് ഒരു അത്യാവശ്യം ഒരു 18x300mm ഒക്കെ വരുന്ന ലെൻസൊക്കെ ആണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നമുക്ക് ലോങ് ഡിസ്റ്റൻസിലുള്ള കാര്യങ്ങളൊക്കെ ഷൂട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ കുഴപ്പമില്ല. എന്നാലും ഒരു ബിഗിനേഴ്സിന്, ഞാനങ്ങനെ നേരത്തെ ക്യാമറ യൂസ് ചെയ്തിട്ടില്ല, അങ്ങനെ ഞാൻ ഫസ്റ്റ് ടൈമാണ് വാങ്ങിയത്. അപ്പോൾ ഒരു ബിഗിനേഴ്സിനൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയ ഒരു ക്യാമറ ആണിത്. അപ്പം അങ്ങനെ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. ഓക്കെ, head over heels for that someone, head for the hills for nothing, running scared, screaming at the top of my lungs, in my many minds, my heart doesn't always agree, what I'm thinking inside, thinking about it, your gut can lie. അങ്ങനെ ഗൈസ്, നമ്മളിപ്പോൾ തായിഫ് എന്ന് പറയുന്ന ഒരു നഗരത്തിനോട് വിട പറഞ്ഞിട്ട് നമ്മളിതേ അൽഷഫ റൂട്ടിലോട്ടാണ് ഇപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു താഴ്ന്ന താഴ്ന്ന പ്രദേശം എന്ന് പറയുമ്പം ഷഫയെ അപേക്ഷിച്ചിട്ട് കുറച്ച് താഴ്ന്നു നിൽക്കുന്ന ഒരു പ്ലേസാണ് തായിഫ്. അപ്പോൾ തായിഫിൽ നിന്ന് നമ്മൾ ഷഫയിലോട്ട് കയറുന്ന ഈ ഒരു റൂട്ട് ശരിക്കും പറഞ്ഞാൽ ഫുള്ള് കയറ്റവും നല്ല ഇറക്കവുമാണ് കൂടുതലായിട്ട് കാണുന്നത്. അതായത് നമ്മുടെ ഈ 2 സൈഡിൽ കാണുന്ന ഈ മലകൾ വെട്ടി നിരത്തി സെൻട്രിൽ കൂടാണ് ഈ ഒരു റോഡ് പോയേക്കുന്നത് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ നല്ലൊരു റൂട്ടാണ്. റോഡൊക്കെ എന്ന് പറയുമ്പോൾ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. അങ്ങനെ അധികം ഹമ്പോ കാര്യങ്ങളോ ഒന്നുമില്ല റോഡിൽ തന്നെ. അതേപോലെ തന്നെ ജബൽ അൽ താക്ക എന്ന് പറഞ്ഞിട്ടുള്ളൊരു മൗണ്ടൈൻ ആണ് കേട്ടോ. ജബൽ അൽ താക്ക എന്ന് പറഞ്ഞിട്ടുള്ളൊരു മൗണ്ടൈൻ ആണ് നമ്മുടെ ഇവിടുത്തെ അൽഷഫയിലെ മൗണ്ടൈനെ പറ്റിയിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത്. പിന്നെ അതുപോലെ തന്നെ തായിഫിലാണെങ്കിൽ ഒരുപാട് പരമ്പരാഗതമായിട്ടുള്ള ജീവിതങ്ങളുണ്ട് ഇപ്പോഴും. ശരിക്കും പറഞ്ഞാൽ അവിടെയാണെങ്കിൽ കൃഷി, അതുപോലെ തന്നെ പണ്ടത്തെ ഈ നമുക്ക് ഏറ്റവും കൂടുതൽ തേൻ ഉൽപ്പാദിപ്പിക്കുന്ന, അതായത് സൗദി അറേബ്യയിൽ നല്ല ക്വാളിറ്റി തേൻ കിട്ടുന്ന ഒരു പ്ലേസും കൂടിയാണ് കേട്ടോ ഈ അൽഷഫ എന്ന് പറയുന്നത്. അതായത് എനിക്ക് തോന്നുന്നു 1882 ഇതിൻ്റെ ഏറ്റവും നല്ല ക്വാളിറ്റി സർട്ടിഫിക്കേഷനും കാര്യങ്ങളുമൊക്കെ ഈ അൽഷഫയിലെ ഹണിക്ക് കിട്ടിയിട്ടുള്ളായിരുന്നത്. അതുപോലെ തന്നെ ഇപ്പോഴും ഇവിടെ തന്നെ കൃഷിയും അതുപോലെ തന്നെ ഇഷ്ടംപോലെ കൃഷിയുണ്ട് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ മുന്തിരി, അത്തിപ്പഴം, മാതളം, അങ്ങനെയുള്ള ഒരുപാട് ഫ്രൂട്ട്സ് ഇവിടെ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട് ഇപ്പോഴും. അത് സൗദി അറേബ്യയിൽ തന്നെ, അതുപോലെ തന്നെ വെളിയിലോട്ട് തന്നെ ഒരുപാട് രാജ്യങ്ങളിലോട്ട് അത് ഇമ്പോർട്ടും ചെയ്യുന്നുണ്ട്. കാരണം അത്രത്തോളം ക്വാളിറ്റിയാണ് ഇവിടുത്തെ ഫ്രൂട്ട്സിനും അതുപോലെ തന്നെ വെജിറ്റബിൾസിനും ഒക്കെ. അങ്ങനെ ഒരു പ്രത്യേക നല്ലൊരു ഭംഗിയുള്ളൊരു നാടാണ് ഈ അൽഷഫ എന്ന് പറയുന്നൊരു പ്ലേസ് കേട്ടോ. അതുപോലെ തന്നെ അവരിപ്പോൾ മെയിനായിട്ട് അവരിപ്പോൾ കുറച്ച് ടൂറിസം പ്രയോറിറ്റി കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് നല്ല ക്ലൈമറ്റ് ആയതുകൊണ്ട് ടൂറിസത്തിനും കൂടെ അവരിപ്പോൾ പ്രയോറിറ്റി കൊടുത്തുകൊണ്ടാണ് ഇപ്പം ഈ ഒരു അൽഷഫ എന്ന് പറയുന്നൊരു പ്ലേസ് നിലനിന്ന് പോകുന്നത്.
പക്ഷേ നമുക്കിത് ശരിക്കും പറഞ്ഞാൽ കണ്ടാലും ഞാൻ ശരിക്കും പറഞ്ഞാൽ ഞാൻ നേരത്തെ പോയിട്ടുണ്ട് അൽഷഫയിൽ നേരത്തെ പോയിട്ടുള്ളതെന്ന് പറയുമ്പോൾ പോയ ടൈം ഫുള്ള് നൈറ്റാണ് പോയിട്ടുള്ളത്. അത് ചിലപ്പോൾ രാത്രിയിൽ ഒരു 11 മണിക്ക് 12 മണിക്ക്. കാരണം നൈറ്റാണ് ശരിക്കും പറഞ്ഞാൽ അൽഷഫയുടെ ഒരു 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 ഭംഗി നമുക്ക് കാണാൻ പറ്റുന്നുള്ളൂ. കാരണം എവിടെ നോക്കിയാലും കോഫി ഷോപ്പായിരിക്കും, അതുപോലെ തന്നെ ഷിഷ ഷോപ്പ്, ചോളമൊക്കെ നമുക്ക് റോഡ് സൈഡിലൊക്കെ അവർ നല്ല രീതിയിൽ ഗ്രില്ല്, അതുപോലെ തന്നെ ചുട്ടൊക്കെ തരുന്ന ഒരുപാട് വിഭവങ്ങൾ ഇവിടെ ഉണ്ടാകുന്നുണ്ട്. ഇവിടെ തന്നെ ഉണ്ടാക്കുന്ന വെജിറ്റബിൾസും കാര്യങ്ങളും ഒക്കെ വെച്ചിട്ട് അവർ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാക്കി തരുന്നതൊക്കെയുണ്ട്. ഒരുപാട് സ്ട്രീറ്റ് ഫുഡ് കഴിക്കാൻ പറ്റുന്ന ഒരു പ്ലേസും കൂടി കേട്ടോ അൽഷഫ എന്ന് പറയുന്നത്. അങ്ങനെ നമുക്കാണെന്നുണ്ടെങ്കിൽ ഇപ്പം നൈറ്റ് കൂടുതലും ഇവിടെ ഉള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിലും, അതുപോലെ തന്നെ സൗദി അറേബ്യയിൽ അൽഷഫയൊക്കെ വിസിറ്റ് ചെയ്യാൻ ഉള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിലും അവർ ഒരു നൈറ്റ് പോകുന്നതായിരിക്കും കുറച്ചും കൂടെ ബെറ്റർ. കാരണം ഒരുപാട് നല്ല ആക്ടിവിറ്റീസും ഒരുപാട് നല്ല കോഫി ഷോപ്പ് അങ്ങനെയുള്ള ഒരുപാട് നല്ല സ്ഥലങ്ങൾ നമുക്ക് കാണാൻ കഴിയും നൈറ്റിൽ. പിന്നെ കുറച്ച് ആക്ടിവിറ്റീസ്, അഡ്വഞ്ചർ, അതുപോലെ തന്നെ ക്യാമൽ റൈഡിങ്, അങ്ങനെ എന്തെങ്കിലുമൊക്കെ നമ്മൾ ഹോഴ്സ് റൈഡിങ്, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആക്ടിവിറ്റീസ് ചെയ്യാൻ താല്പര്യമുള്ളവരൊരു വൈകിട്ടൊരു 3 മണി 4 മണി സമയത്ത് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു വ്യൂവും കാണാം. അതുപോലെ തന്നെ ഒരുപാട് കുരങ്ങന്മാരെ നമുക്കിവിടെ കാണാൻ കഴിയും. പിന്നെ അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്കിവിടെ കാണാൻ പറ്റുന്നതായിരിക്കും കേട്ടോ. അപ്പം നമുക്ക് ഇവിടുന്ന് നേരെ പൊക്കോണ്ടിരിക്കുകയാണ് ഗൈസ്. അപ്പം ഞാനാണെങ്കിൽ ഇനിയിപ്പോൾ ഇവിടുന്നൊരു അറൗണ്ട് ഒരു 18 മിനിറ്റും കൂടെ ഉണ്ട് ഇനിയിപ്പം നമ്മുടെ ഷഫ എന്ന് പറഞ്ഞ പ്ലേസിലോട്ട് എത്താൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് വഴിയെ വീഡിയോ കാണാം. അങ്ങനെ ഗൈസ് നമ്മളിത് അൽഷിഫ എന്ന് പറഞ്ഞിട്ടുള്ള പ്ലേസിൽ ഇപ്പോൾ എത്തിയിരിക്കുകയാണ്. ശരിക്കും പറഞ്ഞ ഗൈസ് ഇവിടെയാണെങ്കിലേ നമുക്ക് ഈ പണ്ടത്തെ ടൈപ്പ് ശില ടൈപ്പ് വീടുകൾ അറിയാമോ? അതായത് നമ്മൾ ഈ കളിമണ്ണ് വെച്ചിട്ട് നമ്മൾ വീടുണ്ടാക്കി അതിൻ്റെ ഫ്രണ്ട് പോർഷനിൽ ഈ ശില കൊത്തി വയ്ക്കത്തില്ലേ, അവരുടെ ആയുധങ്ങളായിരിക്കാം, ചിലപ്പോൾ അവരുടെ ഗോത്രവർഗത്തിൻ്റെ എന്തെങ്കിലും ഒരു അടയാളമായിരിക്കാം. അങ്ങനെയുള്ള ഒരുപാട് ടൈപ്പ് ചെറിയ വീടുകൾ നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. അതേപോലെ തന്നെ അവരുടെയൊക്കെ ഒരു ജീവിത ഉപാധി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കന്നുകാലി വളർത്തൽ, ഒട്ടകത്തെ മേയ്ക്കൽ, അതൊക്കെയാണ് ഇവിടെ കൂടുതൽ നമുക്ക് കാണാൻ പറ്റുന്നത്. ഞാൻ ഇങ്ങോട്ട് വരുന്ന വഴിക്ക് തന്നെ ഈ ഒരു മലയുടെ അടിവാരത്ത് ഒരുപാട് ആടുകളെ മേയ്ക്കുന്നവർ, ആട്ടിടയൻ, അങ്ങനെയുള്ള ആൾക്കാരെയൊക്കെ നമുക്ക് ഇവിടെ ഒരുപാട് പേരെ കാണാൻ പറ്റും. ഒട്ടകത്തെ മേയ്ക്കുന്നവർ, അങ്ങനെയൊക്കെ ഒരുപാട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മളിപ്പം അൽഷിഫ എന്ന് പറഞ്ഞ ഒരു പ്ലേസിൽ കൂടെയാണ് നമ്മൾ. എൻ്റെ ലെഫ്റ്റിൽ കാണുന്നത് ഫുള്ള് വെജിറ്റബിൾ മാർക്കറ്റാണ് കേട്ടോ. നല്ല ഇവിടെ തന്നെ ഉണ്ടാക്കി വിൽക്കുന്ന ഒരു വെജിറ്റബിൾ മാർക്കറ്റാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. പിന്നെ അപ്പുറത്തോട്ട് ഫുള്ള് ഓരോ കോമ്പൗണ്ടായിട്ട് അവർ തിരിച്ചേക്കുക. അപ്പോൾ ഞാൻ ഇങ്ങോട്ട് കയറി വരുന്ന വഴിക്കാണ് ഇവിടെ നോക്കിയപ്പോഴത്തേന് കുറേ കുരങ്ങന്മാർ. പക്ഷേ ശരിക്കും ഇവിടുത്തെ നമ്മുടെയൊക്കെ നാട്ടിലെയൊക്കെ മൂന്നാറിലെയും അതുപോലെ തന്നെ വാഗമൺ, നമ്മൾ നാട്ടിലെവിടെ പോയി കഴിഞ്ഞാലും നമ്മൾ അടുത്തോട്ട് ചെല്ലുമ്പോൾ കുരങ്ങന്മാർ അടുത്തോട്ട് വരുന്നതാണ്. പക്ഷേ ഇവിടുത്തെ കുരങ്ങന്മാർക്ക് എന്താണെന്ന് അറിയത്തില്ല, നമ്മൾ അടുത്തോട്ട് ചെല്ലുന്തോറും ഇവർക്ക് പേടിയാണ്, ഇവർക്ക് മനുഷ്യരെ പേടിയാണ്. അങ്ങനെയുള്ളൊരു ടൈപ്പാണ്. അപ്പം അതുകൊണ്ട് ഇവർ നമ്മുടെ അടുത്തോട്ട് വരത്തില്ല. നമ്മൾ അടുത്തോട്ട് വരും തോറും ഇവർ ദൂരോട്ട് പൊയ്ക്കൊണ്ടിരിക്കും. അങ്ങനെ ഇവിടെ ഞാൻ കുറേ കുരങ്ങന്മാരെ ഇങ്ങനെ കാണുന്നുണ്ട് കേട്ടോ. അപ്പം ശരിക്കും പറഞ്ഞാൽ ഇതിനെന്തെങ്കിലും ഇട്ട് കൊടുക്കുക എന്നുള്ള രീതിയിൽ എൻ്റെ കയ്യിൽ ഞാൻ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. പക്ഷേ ഇത് ഇട്ട് കൊടുക്കും, പക്ഷേ അത് നമ്മൾ പോയി കഴിഞ്ഞിട്ടേ അത് വന്ന് എടുക്കത്തുള്ളൂ. പക്ഷേ നല്ല രസമാണ്. അങ്ങനെ ഇവിടെ തന്നെ എഴുതി വെച്ചിട്ടുണ്ട് കുരങ്ങുകളെ ഉപദ്രവിക്കരുത്. അതുപോലെ തന്നെ ഇവിടെ മൃഗങ്ങളെ അവർ സംരക്ഷിക്കുന്നുണ്ട് നന്നായിട്ട് തന്നെ. അത് ഏത് ടൈപ്പ് മൃഗങ്ങളാണെങ്കിലും ഇപ്പം അത് പട്ടി അങ്ങനെ ഇല്ല, അവർക്ക് ഹറാമാണ്. മുസ്ലിംസിന് പട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളർത്തുന്നവരും ഉണ്ട് വളർത്താത്തവരും ഉണ്ട്. പക്ഷെ നോർമലി അവർക്ക് പട്ടി അങ്ങനെ വളർത്തുന്നത് ഞാൻ കണ്ടിട്ടില്ല. പിന്നെ അങ്ങനെ ഒരുപാട് മൃഗങ്ങളെയും എല്ലാം സംരക്ഷിക്കുന്ന ഒരു രീതിയും കൂടിയാണ് കേട്ടോ സൗദികൾക്ക്. അപ്പം ഇത് ശരിക്കും ഒരു അടഞ്ഞു കിടക്കുന്ന ഒരു പഴയ ഒരു ഫാക്ടറിയാണെന്ന് തോന്നുന്നു കണ്ടിട്ട്. പക്ഷേ ഇതിപ്പോൾ ക്ലോസ് ചെയ്തേക്കുക. പക്ഷേ ഈ കുരങ്ങുകളെല്ലാം ഇതിനകത്താണ്. അകത്തുനിന്ന് ഇറങ്ങണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇവിടുന്ന് അങ്ങോട്ട് മാറിക്കഴിഞ്ഞാൽ ഇതെല്ലാം വെളിയിലോട്ട് ഇറങ്ങി വരുന്ന കാണാം. അതേപോലെ ഈ ഒരു കുരങ്ങ് വർഗം എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ അഹമ്മദിയാസ് ബബൂൺസ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു വിഭാഗം, അതായത് പണ്ടത്തെ ഒരു കുരങ്ങ് വർഗമാണ് ഈ ഒരു കുരങ്ങ് വർഗം എന്ന് പറയുന്നത്. നമ്മുടെ നാട്ടിലും കാണുന്ന കുരങ്ങല്ല ഈ ശരിക്കും പറഞ്ഞാൽ വേറൊരു ടൈപ്പ് കുരങ്ങ്. അപ്പം അതുപോലെ തന്നെ നല്ല ദേഷ്യക്കാരാട്ടോ ഈ കുരങ്ങുകൾ. നമ്മൾ അടുത്തോട്ട് ചെല്ലുന്തോറും ചിലപ്പോൾ നമ്മളെയൊക്കെ ഓടി ദേഷ്യത്തിൽ നമ്മുടെ അടുത്തോട്ട് വരുന്നതാണ്. എന്നിട്ട്
നന്നായിട്ട് നമ്മളെ പേടിപ്പിക്കും, എന്നിട്ട് തിരിച്ചു പോവുകയും ചെയ്യും. അങ്ങനെയുള്ളൊരു ടൈപ്പ് കുരങ്ങാണ് ഞാൻ. എന്നിട്ട് ഇവിടുന്ന് അങ്ങോട്ട് താഴത്തിറങ്ങി പോയപ്പോഴത്തേക്കിന് ഇവിടെ സൈഡിൽ ഒരു ക്യാരവാനകത്ത് ഒരു വണ്ടിയും കൊണ്ട് ഒരു ഫാമിലിയാണെന്ന് തോന്നുന്നു, അവർ അവിടെ നിൽക്കുന്ന കണ്ടു. അപ്പം അവരൊക്കെ ഈ ഒരു തണുപ്പ് സമയത്ത് അവരൊക്കെ ഇവിടെ വന്നിട്ട് ടെൻ്റ് അടിച്ച് അവർ അവരുടേതായിട്ടുള്ള ആക്ടിവിറ്റിയിൽ, പക്ഷെ നല്ല രസമാണ് കേട്ടോ. അതൊക്കെ ഒരു പ്രത്യേക ഒരു വൈബാണ്. അപ്പം ഇവിടെ ഒരു ബ്രീസേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു കോഫി ഷോപ്പുണ്ട് തൊട്ട് താഴെ. അപ്പോൾ ഇവിടെ ചെറിയൊരു ഗ്ലാസ് ബ്രിഡ്ജും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഈ ബ്രീസേഴ്സ് എന്ന് പറഞ്ഞ കോഫി ഷോപ്പിലാണ് ഞാൻ കൂടുതൽ ഇടയ്ക്ക് വരാറുള്ളത്. ഇവിടെ നിന്നാണ് ഞാൻ കോഫി കുടിക്കുന്നത്. ഇവിടുത്തെ അത്യാവശ്യം നല്ല, ഇവിടെ തന്നെ നമുക്ക് ഏത് ടൈപ്പ് കോഫി വേണമെങ്കിലും നമുക്കിവിടെ കിട്ടും. അമേരിക്കാനോ ആണെങ്കിലോ ക്യാപ്പച്ചീനോ ആണെങ്കിലോ ഇപ്പോൾ ക്യാരമലാണെന്നുണ്ടെങ്കിലോ അങ്ങനെ ഏത് ഫ്ലേവർ വേണമെങ്കിലും നമുക്ക് ഇവിടുന്ന് കിട്ടും. ഇവിടുന്ന് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു വ്യൂ പോയിൻറ്റിൻ്റെ സൈഡോട് ചേർന്നിട്ടാണ് ഈ ഒരു കോഫി ഷോപ്പ് വന്നിരിക്കുന്നത്. നമുക്ക് ഈ ഒരു ഗേറ്റ് ഇവിടുന്ന് ഇപ്പം ഞാനൊരു കോഫി വാങ്ങിച്ചിട്ട് നൈസിന് അവിടെ പോയിട്ട് കുടിക്കാമെന്ന് കരുതി ജസ്റ്റ് വെളിയിലോട്ടിറങ്ങി കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ ഒരു വ്യൂ കാണാൻ പറ്റും. ഞാൻ പക്ഷേ ശരിക്കും പകലിൽ ഇപ്പോഴാട്ടോ ഈ ഒരു വ്യൂ കാണുന്നത്. ഞാൻ മറ്റേത് കൂടുതലും രാത്രി സമയങ്ങളിലാണ്, ഒരു 11 മണിക്കൊക്കെയാണ് ഇവിടെ ആൾക്കാർ കൂടുതൽ വരുന്നത്. അപ്പോൾ ആ ടൈമിലാണ് ഞാനിവിടെ വരാറുള്ളത്. ശരിക്കും ഈ ഒരു പകൽ വെളിച്ചത്തിൽ ഞാൻ ഇപ്പോഴാണ് ഇതിൻ്റെ ഒരു വ്യൂ ആസ്വദിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ നമുക്കിവിടെ നിൽക്കുമ്പോൾ കിട്ടുന്ന ഒരു എന്താ പറയുന്നത്, ഒരു നല്ലൊരു കാറ്റും അതേപോലെ തന്നെ നല്ലൊരു മണവും അങ്ങനെയുള്ളൊരു പ്രകൃതി, ഈ ഒരു നേച്ചറിൻ്റെ ഒരു മണമുണ്ടല്ലോ, ഈ നല്ല ഇപ്പോൾ ഒരു പച്ചപ്പിൻ്റെ ആ ഒരു രസമാണ്, ആ ഒരു വൈബാട്ടോ ഇവിടെ ശരിക്കും പറഞ്ഞു. ഇവിടെയൊക്കെ മഴ പെയ്ത് കഴിഞ്ഞാൽ അങ്ങ് ദൂരെ ഒരു ചെറുതായിട്ടൊരു വൈറ്റ് ലൈൻ ഇങ്ങനെ ആ മലയുടെ നടുക്കൂടെ പോകുന്നുണ്ടല്ലോ, അതിലേക്കൂടെ മഴ പെയ്യുന്ന വെള്ളം അതുവഴി ഇങ്ങനെ ഒലിച്ചു പോകുന്ന കാണാനൊക്കെ നല്ല രസമാണ്. അത് മഴ പെയ്യുന്ന സമയത്തൊക്കെ നമ്മൾ ഇവിടെ വന്ന് നിൽക്കുവാണെങ്കിൽ അത് നമുക്ക് നന്നായിട്ട് കാണാൻ പറ്റും. അങ്ങനെയാണ്. പിന്നെ അതേപോലെ തന്നെ ഇവിടുന്ന് താഴോട്ട് അധികം ചെങ്കുത്ത് എന്ന് പറയുമ്പോഴത്തേക്കിന് കുറച്ച് നമുക്ക് ഇറങ്ങിപ്പോകാൻ പറ്റും. പിന്നെ അത് കഴിഞ്ഞാൽ നല്ല കൊക്കയാണ്, അങ്ങോട്ട് നമുക്ക് ഇറങ്ങിപ്പോകാൻ പറ്റത്തില്ല. അപ്പം ഒരു പ്രത്യേക രസമാണ്. നിങ്ങൾ ഈ തായിഫിലോ അല്ലെങ്കിൽ സൗദി അറേബ്യയിലുള്ള ആൾക്കും ഇവിടെ വരാം. അങ്ങനെ പ്രത്യേകിച്ച് ഫീസോ അങ്ങനെയുള്ള കാര്യങ്ങളോ ഒന്നുമില്ല. ഇവിടെ വന്ന് നല്ലൊരു പ്രകൃതി വൈബ് നിങ്ങൾക്ക് ആസ്വദിച്ചിട്ട് നിങ്ങൾക്ക് പോകാൻ പറ്റും. അത് ഒരിക്കലും ഒരു നഷ്ടമായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. ഇതാണ് ഞാൻ പറഞ്ഞ ഗ്ലാസ് ബ്രിഡ്ജ് എന്ന് പറഞ്ഞത്. ഇത് ഗ്ലാസ് ബ്രിഡ്ജ് എന്ന് പറയുമ്പോൾ നമ്മുടെ നേരത്തെ അൽബഹയിലെ പോലുള്ളൊരു ഗ്ലാസ് ബ്രിഡ്ജ് അല്ല ഇത്. അങ്ങോട്ട് കൂടുതൽ കൊക്ക സൈഡിലോട്ട് പോയിട്ടില്ല. എന്നാൽ പോലും ജസ്റ്റ് ഈ ഒരു പോർഷൻ വരെ നമുക്ക് വന്ന് ഇത് കാണാനുള്ളൊരു സജ്ജീകരണം ഇവർ ഒരുക്കിയിട്ടുണ്ട്. ഈ ഒരു കോഫി ഷോപ്പിൻ്റെയാണ് ഈ ഒരു ഗ്ലാസ് ബ്രിഡ്ജും കാര്യങ്ങളും എല്ലാം വന്നിരിക്കുന്നത്. ശരിക്കും നൈറ്റ് ആയി കഴിഞ്ഞാൽ ഇവിടെ ഫുള്ള് നമ്മൾ ഫ്ലെയിമൊക്കെ കത്തിച്ചിട്ട് നമ്മൾ തീ കൊള്ളില്ലേ, ക്യാമ്പ് ഫയർ ഇല്ലേ, അതേപോലെ തന്നെ ഇവിടെ അതിനുള്ള ഫെസിലിറ്റീസ് എല്ലാം ഉണ്ട്. അപ്പം തണുപ്പ് കൂടുന്ന സമയത്ത് ശരിക്കും ഈ ഒരു ടൈമിൽ തണുപ്പിനേക്കാളും കൂടുതലായിരിക്കും ഡിസംബർ, ജനുവരി, ഫെബ്രുവരി മാസത്തിൽ. ആ സമയത്തൊക്കെ ഒരു പ്രത്യേക രസമായിരിക്കും കേട്ടോ. അങ്ങനെ ഞാനിവിടുത്തെ ഈ ഒരു ഭംഗിയും കാര്യങ്ങളും എല്ലാം ഇങ്ങനെ ആസ്വദിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി കുറച്ചും കൂടെ കഴിഞ്ഞിട്ട് ഇനി അപ്പുറത്തൊരു സൈഡുണ്ട്, അങ്ങോട്ടേക്ക് ഇനി പോകാൻ വേണ്ടിയിട്ടാണ് നോക്കുന്നത്. ഞാനങ്ങനെ ആ ഒരു കൊച്ചു മോൻ്റെ ചെയ്യുന്നത് ഇത് ഇവിടെ വന്നു കഴിഞ്ഞാൽ എല്ലാവർക്കും ഇത് കിട്ടും കേട്ടോ. എന്നുവെച്ചാൽ 5 റിയാലാണ് ഇത്. ഞാനിത് ശരിക്കും പറഞ്ഞാൽ എനിക്കിതിൻ്റെ ആവശ്യമൊന്നുമില്ല. പിന്നെ ആ കൊച്ച് ഇങ്ങനെ ഈ വെയിലത്ത് ഇങ്ങനെ നടന്ന് വെക്കുന്നതുകൊണ്ട് ഒരു വിഷമം തോന്നി ഞാൻ ഒരെണ്ണം വാങ്ങിച്ചതേ ഉള്ളൂ. ഇതിവിടെ കൂടുതലും ഗേൾസാണ് കേട്ടോ. ഗേൾസ് ഇങ്ങനെ ഇങ്ങനെ വെച്ചുകൊണ്ട് പോകുന്നതാണ് ഈ കൂടുതലും ഇവിടെ ഉള്ളത്. കാരണം ഇത് ഇവിടെ തന്നെ കൃഷി ചെയ്തുണ്ടാക്കുന്ന പൂവാട്ടോ, ഇവിടുത്തെ തന്നെ പൂവാണ്. ഇനി അവരുടെ ഒരു ഉപജീവന മാർഗത്തിന് വേണ്ടിയിട്ട് അവരിങ്ങനെ ഉണ്ടാക്കിയിട്ട് അവർ വിൽക്കുന്നതാണ്. അങ്ങനെ ഞാൻ അവിടെ നിന്നാണെങ്കിൽ അതിൻ്റെ കുറച്ച് അപ്പുറത്തോട്ട് മാറി ഒരു 500 മീറ്റർ മാറി ഒരു വ്യൂ പോയിൻറ്റിൻ്റെ സൈഡിലായിട്ടാണ് നേരത്തെ ഞാൻ പറഞ്ഞതിൻ്റെ കൂട്ട് ഹോഴ്സ് റൈഡിങ്, അതുപോലെ തന്നെ ക്യാമൽ റൈഡ്,
അങ്ങനെയുള്ള ഒരുപാട് ആക്ടിവിറ്റീസ് എല്ലാം നടക്കുന്ന ഒരു ഏരിയ കേട്ടോ ഇത്. അതായത് ഈ ഒരു സൈഡിൽ ഈ ഒരു സമയത്താണ് ഒരു 6 മണി 7 മണി കഴിഞ്ഞാലും വീക്കെൻഡുകളിൽ വെള്ളിയാഴ്ച വ്യാഴാഴ്ച ശനിയാഴ്ചയൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് നൈറ്റും ഇവിടെ ആക്ടിവിറ്റീസ് കാണും. അപ്പം അല്ലാത്ത സമയത്താണെങ്കിൽ അധികം ഇവിടെ അങ്ങനെയുള്ള ആക്ടിവിറ്റീസ് കാണാറില്ല. ഇവിടെ നമുക്ക് വരുമ്പോഴത്തേക്കിന് കുറച്ചും കൂടെ അടുത്ത് നമുക്ക് ക്ലോസ് ആയിട്ട് ആ ഒരു വ്യൂവും കാര്യങ്ങളും ഒക്കെ നമുക്ക് കാണാൻ പറ്റും. അതുപോലെ തന്നെ ക്യാമലിൻ്റെ മേളിലും ആണെങ്കിലും ഹോഴ്സിൻ്റെ മേളിലൊക്കെ ആണെങ്കിലും നമുക്ക് റൈഡ് പൊയ്ക്കൊണ്ട് തന്നെ നമുക്ക് ഈ ഭംഗികളെല്ലാം ആസ്വദിക്കാൻ പറ്റും. അതുപോലെ തന്നെ ഇതിൻ്റെ കുറച്ച് താഴത്തെ പോർഷൻ വരെ ഒട്ടകവും നമ്മളെയും കൊണ്ട് പോകാൻ പറ്റും. പക്ഷേ താല്പര്യമുള്ളവർക്ക് പോവാം, കുറച്ച് അഡ്വഞ്ചറൊക്കെ ആഗ്രഹിക്കുന്ന ആൾക്കാർക്കാണെങ്കിൽ നമുക്ക് പോവാം. പക്ഷേ ചിലരൊക്കെ പോവും, ചിലർ പോകത്തില്ല, കാരണം കുറച്ച് പേടി കാണും അങ്ങനെ. അപ്പോൾ ഞാനെന്തായാലും ഇവിടെ ഒട്ടകത്തിൻ്റെ മുകളിൽ നിന്ന് കയറിപ്പോകാമെന്ന് ഒരു ആഗ്രഹം തോന്നി, ഞാൻ ഒന്ന് കയറാൻ നോക്കി. അപ്പം കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് കയറാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ ഒരുപാട് ഒട്ടകങ്ങളെ കാണുന്നുണ്ട്. പക്ഷേ ഇവർക്കെല്ലാം കറക്റ്റ് രീതിയിൽ ഫുഡും അതുപോലെ തന്നെ വലിയ മുറിവുകളോ അങ്ങനെയുള്ള കാര്യങ്ങളോ ഒന്നും നമുക്ക് കാണാൻ പറ്റും. നല്ല ആക്റ്റീവായിട്ടുള്ള ഒട്ടകങ്ങളും കുതിരകളും ഒക്കെയാണ്. ചില കുതിരകളിലേക്ക് ഓരോരോ ഫ്രാക്ചറൊക്കെ കാണാം, പക്ഷേ എന്നാലും ഓൾമോസ്റ്റ് നല്ല നല്ല ക്യാമൽസാണ് ഇവിടെ ഉള്ളത്. ഇവിടെ അതേപോലെ ചെറിയ കുതിരകളും അതുപോലെ തന്നെ കഴുതകളും അങ്ങനെയുള്ള ഒരുപാട് ആനിമൽസ് ഉണ്ട്. അതിൻ്റെ മുകളിൽ വേണമെങ്കിൽ നമുക്ക് കയറി സഞ്ചരിക്കാൻ പറ്റുന്നതാണ്. അങ്ങനെ ഞാനാണെങ്കിൽ ഒരു ഒട്ടകത്തിൻ്റെ മുകളിൽ കയറി. അപ്പം നല്ല രസമുണ്ട് ശരിക്കും. ഞാൻ നേരത്തെ ഒട്ടകത്തിൻ്റെ മുകളിൽ ഇത് ഡെസേർട്ടിലാണ് ഞാൻ പോയിട്ടുള്ളത്. പക്ഷേ ഒരു മൗണ്ടൈൻസിൻ്റെ മുകളിൽ ഞാൻ ഫസ്റ്റ് ടൈമാണ് ഒട്ടകത്തിൻ്റെ മുകളിൽ കയറി ഈ ഒരു റൈഡ് ആസ്വദിക്കുന്നത്. പക്ഷേ ശരിക്കും പറഞ്ഞാൽ ഒരു രസമുണ്ട് കേട്ടോ. നമ്മൾ നിന്ന ഒരു പൊസിഷനിൽ നിന്ന് നമുക്ക് കുറച്ചും കൂടെ ഹൈറ്റിൽ നമുക്ക് കണ്ടുകൊണ്ട് ആ ഒരു ചെറിയ ഇളം കാറ്റും കൊണ്ട് നമുക്കൊരു രസമാണ്. അപ്പം ഈ ഒരു വൈബൊക്കെ ആസ്വദിക്കാൻ താല്പര്യമുള്ളവരൊക്കെ വന്ന് ട്രൈ ചെയ്താലും ഒരു കുഴപ്പമില്ല. അത്യാവശ്യം നല്ലൊരു വർത്താണ് ഈ ഒരു മൂമെൻറ്റ്സും ഇതെല്ലാം മെമ്മറീസും. നമുക്ക് ഓരോ കാലങ്ങൾ കഴിഞ്ഞ് പോകുമ്പോഴും നമുക്കിതൊക്കെ ഓർക്കാൻ ഒരു മെമ്മറീസ് ആയിരിക്കും. അങ്ങനെ നമ്മുടെ ഈ ഒരു വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. അപ്പം നെക്സ്റ്റ് ഡെസ്റ്റിനേഷൻ ഞാൻ നിങ്ങളുടെ മുന്നിൽ എത്തുന്നതായിരിക്കും. അതുവരേക്കും സൈനിങ് ഓഫ് ഷൈൻ രാജു വ്ളോഗ്സ്. ഫുള്ള് കുലുക്കോട് കുലുക്ക.